അലക്സാണ്ട്രിയ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്ത് കീഴടങ്ങിയ സംഭവമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് ഈജിപ്ത് ഭരിച്ചിരുന്നത് മുഖൗഖിസ് എന്ന രാജാവായിരുന്നു. തൗറാത്തും ഇഞ്ചീലുമൊക്കെ പഠിച്ചറിഞ്ഞ പണ്ഡിതനാണ് അദ്ദേഹം. അലക്സാണ്ട്രിയയിലെ ബിഷപ്പുമാണ് അദ്ദേഹം. പല രാജാക്കന്മാരെയും ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സന്ദേശങ്ങൾ അയച്ചിരുന്നു. മുഖൗഖിസ് രാജാവിനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കത്ത് കൊടുത്തയച്ചു. ഹാത്തിബ് റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബിയാണ് കത്തുമായി പോയത്. ഹാത്തിബ് റളിയല്ലാഹു അൻഹു ഈജിപ്തിലെത്തി രാജകൊട്ടാരത്തിൽ വന്ന് മുഖൗഖിസ് രാജാവിനെ കണ്ടു, കത്തു കൊടുത്തു. രാജാവ് കത്തു തുറന്ന് ഹൃദയസ്പർശിയായ വാചകങ്ങൾ വായിച്ചു ചിന്തിച്ചിരുന്നു. ഹാത്തിബ് റളിയല്ലാഹു അൻഹുവിനോട് പ്രവാചകരുടെ ജീവിതത്തെക്കുറിച്ച് വിശദമായി ചോദിച്ചറിഞ്ഞു. അതിനുശേഷം ഇപ്രകാരം പറഞ്ഞു: ഒരു നബി വരാനുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയിരുന്നു. ആ നബി സിറിയയിൽ വരുമെന്നായിരുന്നു എന്റെ ധാരണ. ധാരാളം നബിമാർ അവിടെ വന്നിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്നത് അറേബ്യയിലാണ്. അദ്ദേഹം രാജ്യങ്ങൾ കീഴടക്കും. അദ്ദേഹത്തിന്റെ അനുയായികൾ ഈ നാട്ടിലും വന്നെത്തും. അതൊക്കെ നടക്കാനിരിക്കുന്ന കാര്യങ്ങളാണെന്ന് ഞാനിതൊന്നും പുറത്തു പറയില്ല. നിങ്ങളുടെ ദൗത്യത്തെക്കുറിച്ച് എന്റെ ജനത ഇപ്പോൾ ഒന്നും അറിയേണ്ട. നിങ്ങൾ തിരിച്ചു പോയിക്കൊള്ളുക. മുഖൗഖിസ് രാജാവ് ദൂതനെ സ്വീകരിക്കുകയും സൽക്കരിക്കുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒരുപാട് പാരിതോഷികങ്ങൾ കൊടുത്തയച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ അടിമ സ്ത്രീയായിരുന്നു മാരിയത്തുൽ ഖിബ്തിയ്യ റളിയല്ലാഹു അൻഹ. ഈജിപ്തുകാരിയാണ്. അറബികൾ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ സന്താന പരമ്പരയാണ്. ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ പ്രിയപ്പെട്ട മാതാവ് ഹാജറ റളിയല്ലാഹു അൻഹയാണ്. അവർ ഈജിപ്തുകാരിയാണ്. ഉമ്മൂമ്മയുടെ നാട്ടുകാരോട് അറബികൾക്ക് പണ്ടേ വല്ലാത്തൊരു സ്നേഹമാണ്. നെയിലിന്റെ തീരങ്ങൾ സമ്പൽ സമൃദ്ധമാണ്. ലോകപ്രസിദ്ധമായ മാർക്കറ്റും തുറമുഖ പട്ടണവും അവിടെയാണ്. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്ത് ഇസ്ലാം മത പ്രചാരണത്തിന് അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു ഈജിപ്തിലേക്ക് കടന്നു വരുന്നു. 4000 പട്ടാളക്കാരുമായിട്ടാണ് അദ്ദേഹം വരുന്നത്. എതിർപ്പുകളൊന്നുമില്ലാത്ത വളരെ ദൂരം സഞ്ചരിക്കുകയാണ്. കിബിത്തികളുടെ നാടാണത്. ഭരിക്കുന്നത് റോമക്കാർ കിബിത്തുകളെ അടിമകളാക്കി അടക്കി ഭരിക്കുകയാണ് ആ കാലത്ത്. അവർ ഒരു വിമോചനം കാത്തു കഴിയുകയായിരുന്നു. അപ്പോഴാണ് മുസ്ലിങ്ങളുടെ ആഗമനം. തദ്ദേശീയരെല്ലാം മുസ്ലിങ്ങളെ സ്വാഗതം ചെയ്തു. ഈജിപ്തിൽ താമസിക്കുന്ന ഓരോ വ്യക്തിയും റോമ ചക്രവർത്തിക്ക് നികുതി കൊടുക്കണം. വളർത്തു മൃഗങ്ങൾക്ക് നികുതിയുണ്ട്. വീടിനും ഉപകരണങ്ങൾക്കും നികുതി കൊടുക്കണം. ഭൂമിക്കും കൃഷിക്കും റോമക്കാർക്ക് നികുതിയുണ്ട്. ഒരാൾ മരണപ്പെട്ടാൽ കബറടക്കാൻ നികുതി കൊടുക്കണം. മരണനികുതി. റോമക്കാർ ഒരു നാട്ടിലൂടെ സഞ്ചരിച്ചാൽ തദ്ദേശവാസികൾ അവരെ ആഹാരം നൽകി സൽക്കരിക്കണം. എന്തൊരു കാടത്തമാണ്! സിറിയയിലും ഫലസ്തീനിലും സൽഭരണം അവർ കാണുകയും ചെയ്യുകയാണ്. ആ ഭരണം ഇവിടെയും വന്നെങ്കിൽ എന്നാഗ്രഹിച്ചു. അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. ഫലസ്തീൻ യുദ്ധം നയിച്ച പേർഷ്യൻ പടനായകനായിരുന്നു അരീത്തുയൂൻ. അയാൾ ഈജിപ്തിലാണ് അഭയം തേടിയിരുന്നത്. റോമൻ ചക്രവർത്തി ഹിർക്കലും പുത്രൻ ഉസ്തൻതിനും യർമൂക്ക് യുദ്ധത്തിലെ പരാജയത്തെ തുടർന്ന് കോൺസ്റ്റാന്റിനോപ്പിളിലേക്ക് രക്ഷപ്പെടുകയാണുണ്ടായത്. സീനാ മരുഭൂമി മുറിച്ചു കടന്ന അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു ആദ്യം എത്തിയത് അരീഷ് എന്ന പ്രദേശത്താണ്. പിന്നെയും വളരെ ദൂരം സഞ്ചരിച്ച് ഫിർമ പട്ടണത്തിലെത്തി. അവിടെ റോമൻ സൈന്യവുമായി ഏറ്റുമുട്ടി. തദ്ദേശവാസികൾ മുസ്ലിങ്ങളെ നന്നായി സഹായിച്ചു. അതുകൊണ്ടാണ് വിജയം എളുപ്പമായത്. വീണ്ടും മുന്നോട്ട് നീങ്ങി മുസ്ലിം സൈന്യം കൽബീസ് പട്ടണത്തിലെത്തി. അരീത്യൂബിൻ അവിടെ യുദ്ധത്തിനിറങ്ങി. തദ്ദേശീയരുടെ സഹായത്തോടെ അരീത്യൂബിനെ ഓടിച്ചുവിട്ടു. മുസ്ലിങ്ങൾ കൽബീസ് പട്ടണം കൈവശപ്പെടുത്തി. പിന്നെയും മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഉമ്മദനീൻ പട്ടണത്തിലെത്തി. സഹായ സൈന്യത്തെ അയക്കാൻ ഖലീഫയ്ക്ക് കത്തെഴുതുകയാണ്. ഇതുവരെയുണ്ടായ നേട്ടങ്ങൾ കത്തിൽ എഴുതിയിരുന്നു. സന്തോഷത്തോടെ ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സഹായ സൈന്യത്തെ അയച്ചു. സഹായ സൈന്യം കൊണ്ടുവന്ന ഖലീഫയുടെ കത്തിൽ ഇപ്രകാരം എഴുതിയിരുന്നു: ഞാൻ 4000 യോദ്ധാക്കളെ അയക്കുന്നു. അവരിൽ ഓരോരുത്തരും 1000 പേർക്ക് തുല്യരാണ്. മുസ്ലിം സൈന്യം കോട്ട ഉപരോധിച്ചു. മാസങ്ങൾ കടന്നുപോയപ്പോൾ മുഖൗഖിസ് രാജാവ് നിരാശനായി. ഒരു സംഘത്തെ അംർ റളിയല്ലാഹു അൻഹുവിനെ കാണാൻ അയച്ചു. അംർ റളിയല്ലാഹു അൻഹു അവരെ 2 ദിവസം കൂടെ താമസിപ്പിച്ചു. മുസ്ലിങ്ങളുടെ നിത്യജീവിതം നേരിൽ കാണാൻ അവസരം നൽകി അംർ റളിയല്ലാഹു അൻഹു അവരോട് ഇങ്ങനെ പറഞ്ഞു: 3 കാര്യങ്ങൾ നിർദ്ദേശിക്കാം. അവയിലൊന്ന് നിങ്ങൾക്ക് സ്വീകരിക്കാം. 1, നിങ്ങൾ ഇസ്ലാം മതം സ്വീകരിക്കുക. എന്നിട്ട് നാം സഹോദരന്മാരായി കഴിയുക. 2, ഞങ്ങൾ ഭരിക്കും. നിങ്ങൾ സംരക്ഷണ നികുതിയായി ജിസിയ നൽകണം. 3, രണ്ടിനും തയ്യാറായില്ലെങ്കിൽ യുദ്ധത്തിന് സന്നദ്ധരാവുക. ദൂതന്മാർ മടങ്ങിയെത്തി മുഖൗഖിസ് രാജാവിന് വിവരം അറിയിച്ചു.
മുസ്ലിങ്ങളുടെ അവസ്ഥ എന്താണ്? മുഖൗഖിസ് രാജാവ് ചോദിച്ചു. അവർ പറഞ്ഞു, മുസ്ലിങ്ങൾ പ്രത്യേകതയുള്ള ആളുകളാണ്. അള്ളാഹുവിനെ ഭയന്ന് ജീവിക്കുന്നു. അള്ളാഹുവിനെയല്ലാതെ മറ്റാരെയും ഭയക്കുന്നില്ല. ജീവിതത്തെക്കാൾ മരണത്തെ ഇഷ്ടപ്പെടുന്നവർ. വിനയത്തോടെയാണ് ആ പെരുമാറ്റം. സത്യം മാത്രം പറയും. എല്ലാവരും ഒരുപോലെ കഴിയുന്നു. സൈന്യാധിപനും സാധാരണ പട്ടാളക്കാരും നിലത്തിരിക്കുന്നു. ഒന്നിച്ചാഹാരം കഴിക്കുന്നു. നേതാവിനെയും മറ്റുള്ളവരെയും തിരിച്ചറിയാനാവില്ല. പ്രാർത്ഥനയുടെ സമയമായാൽ അവർക്ക് നിൽക്കപ്പൊറുതിയുണ്ടാവില്ല. അംഗശുദ്ധി വരുത്തി നിസ്കരിക്കും. അപ്പോൾ മുഖൗഖിസ് രാജാവ് പറഞ്ഞു, ഇതാണ് മുസ്ലിങ്ങളുടെ അവസ്ഥയെങ്കിൽ അവരെ യുദ്ധം ചെയ്ത് പരാജയപ്പെടുത്തുക സാധ്യമല്ല. സന്ധിയാണ് ഏറ്റവും നല്ലത്. ഹിർക്കൽ ചക്രവർത്തി അതിന് സമ്മതിച്ചില്ല. യുദ്ധം ചെയ്ത് തോൽപ്പിക്കാൻ ഹിർക്കൽ രാജാവ് കൽപ്പിച്ചു. ബാബിലിയൂൺ കോട്ടയ്ക്കുള്ളിൽ സുരക്ഷിതരായിരിക്കുകയാണ് റോമൻ സൈന്യം. ഉപരോധം കൊണ്ട് ഫലം കാണുന്നില്ല. ധീരനായ സുബൈർ റളിയല്ലാഹു അൻഹു ഒരു കയർകോണി ഉപയോഗിച്ച് കോട്ടമതിൽ കയറി ഉച്ചത്തിൽ തക്ബീർ വിളിച്ചു. എല്ലാ ഭാഗത്തു നിന്നും തക്ബീർ ധ്വനികൾ ഉയർന്നു. കോട്ട കാവൽക്കാർ ഭയന്ന് വിറച്ചോടിപ്പോയി. സുബൈറും റളിയല്ലാഹു അൻഹുവും സാഹസികരായ ഒരു കൂട്ടം യോദ്ധാക്കളും കോട്ടയുടെ വാതിൽ തുറന്ന് നിരവധി മുസ്ലിങ്ങൾ കോട്ടയ്ക്കകത്തേക്ക് ഇരച്ചു കയറി വന്നു. റോമൻ സൈന്യം പരക്കം പാഞ്ഞു. നഗരവും കോട്ടയും മുസ്ലിങ്ങൾക്ക് അധീനമായി. നൈൽ നദി മുറിച്ചു കടക്കുക, അലക്സാണ്ട്രിയയിലേക്ക് പോവുക, അതാണ് അടുത്ത പരിപാടി. റോമാ സാമ്രാജ്യത്തിന്റെ 2ാം തലസ്ഥാനമാണ്. അവിടെ എത്തുന്നതിന് മുമ്പ് ചില പ്രദേശങ്ങൾ കൂടി കീഴടക്കേണ്ടതുണ്ട്. നൈൽ നദി കടന്ന് യാത്ര ചെയ്തപ്പോൾ അവർ ആദ്യം എത്തിയത് ഐനുഷംസ് എന്ന പട്ടണത്തിലാണ്. കോട്ടയിൽ നിന്ന് റോമാ സൈന്യം പുറത്തു വരികയും മുസ്ലിങ്ങളുമായി ഏറ്റുമുട്ടുകയും റോമക്കാരുടെ അടിപതറുകയും ചിതറിയോടി സന്ധിക്കപേക്ഷിക്കുകയും ചെയ്യുകയുണ്ടായി. സന്ധിയായി സമാധാനം നിലവിൽ വന്നു. മുസ്ലിം സൈന്യം യാത്ര തുടരുകയാണ്. വീണ്ടും സന്ധിയിൽ പ്രവേശിച്ച സ്ഥലങ്ങളിലെല്ലാം ഭരണം നിർവഹിക്കുന്നതിന് യോഗ്യരായ ആളുകളെ നിയമിച്ചു. കൂടെ ചെറിയ സൈനിക സംഘങ്ങളെയും നിർത്തി. ആ പ്രദേശങ്ങളിലെ ജനങ്ങൾ ആഹ്ലാദം പങ്കുവെക്കുകയാണ്. ഇതുവരെ കൃഷിഭൂമി റോമക്കാരുടേതായിരുന്നു. ഇപ്പോൾ കൃഷിഭൂമി കർഷകന്റേതായിരിക്കുന്നു. ഇതിൽ പരം ഒരു സൗഭാഗ്യം വരാനുണ്ടോ? റോമാ സാമ്രാജ്യം ഇതിനടിയിൽ ആഭ്യന്തര കുഴപ്പത്തിലും പെട്ടു. ഹിറാക്ലിയസിന് ശേഷം ശക്തമായ ഭരണാധികാരികൾ ഉണ്ടായില്ല. അവകാശികൾ ഭരണത്തിനായി തർക്കം കൂടി ജനങ്ങൾ ചേരികളിലായി. പുത്രൻ കോൺസ്റ്റന്റിയൻ പിതാവിനെ രാജ്യകാര്യങ്ങളിൽ സഹായിച്ചിരുന്നു. പിതാവ് മരണപ്പെട്ട് ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ പുത്രൻ വധിക്കപ്പെടുകയാണ്. അച്ഛന്റെ ഭാര്യ അധികാര ഗർവ് തലക്കു പിടിച്ച ഒരു സ്ത്രീയായിരുന്നു. ഇവരാണ് കോൺസ്റ്റന്റിയൻ കൊല്ലപ്പെടാൻ കാരണമെന്ന് ജനം ധരിച്ചു. അതിന്റെ പേരിൽ കലാപമുണ്ടായി. കോൺസ്റ്റന്റിയന്റെ മകൻ കോൺസ്റ്റാന്റിനസ് അധികാരത്തിൽ വന്നു. വിപ്ലവങ്ങൾ അടങ്ങുകയും ചെയ്തു. റോമിന്റെ പ്രതാപം തിരിച്ചുപിടിക്കാനുള്ള തീരുമാനമെടുക്കുകയും ഐക്യം പുനഃസ്ഥാപിച്ചു. സേനയെ ശക്തരാക്കാൻ വേണ്ട ക്രമീകരണങ്ങൾ നടത്തി. ഉടനെ ഈജിപ്തിലേക്ക് പോവണമെന്നും മുസ്ലിം സേനയെ തുരത്തണമെന്നും അവർ തീരുമാനിക്കുകയാണ്. ഈ ഇടവേളയിൽ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു ഈജിപ്തിലെ പ്രവർത്തനങ്ങൾ ശക്തമാക്കി. വ്യാപകമായ ഇസ്ലാമിക പ്രവർത്തനങ്ങൾ നടത്തി. ആയിരക്കണക്കിന് ആളുകൾ മുസ്ലിങ്ങളായി. ജനനേതാക്കൾ അനുയായികളോടൊപ്പം ഇസ്ലാം മതം സ്വീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. അലക്സാണ്ട്രിയയിലേക്കാണ് മുസ്ലിം സൈന്യം നീങ്ങുന്നത്. രാവുകളും പകലുകളും കടന്നുപോയി. അലക്സാണ്ട്രിയ എന്ന മായാലോകം അതിന്റെ കവാടത്തിലെത്തി. എന്തൊരു മനോഹരമായ നഗരം! അന്താക്കിയേക്കാളും എത്രയോ മനോഹരം, മദാനിയേക്കാളും മനോഹരം. നീലനിറമുള്ള മധ്യധരണ്യാഴി സമുദ്രം, മനോഹരമായ കടൽ തീരം, മനം മയക്കുന്ന മണൽപ്പരപ്പ്. എത്രയെത്ര ആരാമങ്ങളാണ്! വർണ്ണവൈവിധ്യമുള്ള പൂക്കൾ വിടർന്നു നിൽക്കുകയാണ്. എന്തെല്ലാം തരം സസ്യങ്ങൾ! അമ്പരപ്പിക്കുന്ന കോട്ടകൾ, ദേവാലയങ്ങൾ, വിസ്മയിപ്പിക്കുന്ന കലാരൂപങ്ങൾ. ഈ നഗരം റോമക്കാർ ആർക്കും വിട്ടുകൊടുക്കില്ല. അവരതിന് അത്രയും പ്രാധാന്യം കൽപ്പിക്കുന്നു. പക്ഷേ ഈ നഗരം പടുത്തുയർത്തിയത് പാവപ്പെട്ടവന്റെ അധ്വാനം കൊണ്ടല്ലേ? അവരുടെ വിയർപ്പുതുള്ളികളല്ലേ? യഥാർത്ഥത്തിൽ ഇതിന്റെ അവകാശികൾ ആ പാവപ്പെട്ടവരായ ആളുകളല്ലേ? അവർക്കിത് അവകാശപ്പെടുത്തി കൊടുക്കണം. അതിനു വേണ്ടിയാണ് ഈ യുദ്ധം. യുദ്ധത്തിൽ അവർ സഹായിക്കും. ഘോര യുദ്ധം നടക്കാൻ പോവുകയാണ്. മുസ്ലിം സൈന്യം കോട്ട ഉപരോധിച്ചു. തന്ത്രപ്രധാനമായ ഭാഗത്താണ് കോട്ട കെട്ടിയിരിക്കുന്നത്. 2 ഭാഗത്തും കടൽ, ഒരു ഭാഗത്ത് കനാൽ, ഒരു ഭാഗത്ത് വളരെ ഉയരമുള്ള മതിൽ. പിന്നെങ്ങനെ കോട്ടയിൽ കടക്കും? മതിലിന് താഴെ കാവലിരുന്നത് 50,000 യോദ്ധാക്കൾ. കോട്ടയിൽ നിന്ന് കുറച്ചകലെയാണ് മുസ്ലിങ്ങൾ തമ്പടിച്ചത്. വിശാലമായൊരു മൈതാനി, പ്രാർത്ഥനാ നിർഭരമായ ദിനരാത്രങ്ങൾ, അള്ളാഹുവിന്റെ സഹായം എത്തുമെന്ന പ്രതീക്ഷ. കോട്ട ഉപരോധം തുടങ്ങിയിട്ട് 4 മാസമായി. മദീനയിൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉത്കണ്ഠയോടെ കഴിയുകയാണ്. ഖലീഫ അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹുവിന് പ്രത്യേകമായ ഒരു കത്തയച്ചു. കത്ത് കിട്ടി വായിച്ചു. 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കാൻ ആവശ്യപ്പെട്ടു. പട്ടാളക്കാർ മുഴുവൻ സുന്നത്ത് നിസ്കരിച്ചു. എന്നിട്ട് അള്ളാഹുവിനോട് സഹായം തേടി പ്രാർത്ഥിക്കുകയാണ്.
അപ്പോഴേക്കും കോട്ടയ്ക്കുള്ളിലുള്ളവരുടെ മനസ്സു മാറി അവർ സന്ധിക്ക് തയ്യാറാവുകയാണ്. കോട്ട അധീനപ്പെടുത്താനുള്ള യുദ്ധത്തിന്റെ നായകനായി നിയോഗിക്കപ്പെട്ടത് ഉബാദത്ത് ബിൻ സ്വാമിത് റളിയല്ലാഹു അൻഹു ആയിരുന്നു. കോട്ടയ്ക്കു നേരെ അതിശക്തിയായ ആക്രമണം നടക്കുമെന്ന ഘട്ടമായപ്പോൾ ശത്രുക്കൾ സന്ധിക്ക് തയ്യാറായി. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കത്തിൽ പെട്ടെന്ന് യുദ്ധം തുടങ്ങാനുള്ള കൽപ്പനയുണ്ടായിരുന്നു. കോട്ടയിലേക്ക് ചില സാഹസികന്മാർ നുഴഞ്ഞു കയറുകയും ഉഗ്രമായ പോരാട്ടം തുടങ്ങുകയും ചെയ്തു. ഈ ഘട്ടത്തിൽ ഹിർക്കലിന്റെ മരണവാർത്തയെത്തി. റോമൻ സൈന്യം വാർത്ത കേട്ട് ക്ഷീണിച്ചു. നിരവധി പേർ കടലിൽ ചാടി അകലെയുള്ള കപ്പൽ വരെ നീന്തി കപ്പലിൽ കയറി രക്ഷപ്പെട്ടു. ഇങ്ങനെയൊക്കെ പല റിപ്പോർട്ടുകളിൽ നമുക്ക് കാണാം. AD 640 അലക്സാണ്ട്രിയ കീഴടങ്ങി. ഹിജ്റ വർഷം 20 മുഹറം മാസത്തിലായിരുന്നു ഇത്. ബാബിലോണിയ മുതൽ അലക്സാണ്ട്രിയ വരെയുള്ള വിശാലമായ പ്രദേശം മുസ്ലിം ഭരണത്തിൽ വന്നു. സന്ധ്യവ്യവസ്ഥ പ്രകാരം ഒരാൾ കൊല്ലത്തിൽ 2 ദീനാർ ജനസംഖ്യ സംരക്ഷണ നികുതി എന്ന പേരിൽ നൽകണം. വൃദ്ധരും സ്ത്രീകളും കുട്ടികളും ജിസ്യ നൽകേണ്ട ആവശ്യമില്ല. ചർച്ചുകൾ സംരക്ഷിക്കും. ക്രൈസ്തവർക്ക് ആരാധനാ സ്വാതന്ത്ര്യമുണ്ടായിരിക്കും. റോമക്കാർ സ്ഥലം വിട്ടുപോവണം. ഈജിപ്ത് തിരിച്ചുപിടിക്കാൻ റോമക്കാർ ശ്രമിക്കാൻ പാടില്ല. മുആവിയ റളിയല്ലാഹു അൻഹു അലക്സാണ്ട്രിയ വിജയവാർത്തയുമായി മദീനയിലെത്തി. ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഹൃദ്യമായി സ്വീകരിച്ചു. മദീനക്കാർ അല്ലാഹുവിനെ വാഴ്ത്തി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.